4 ബാറ്ററി അല്ലാത്ത BSNL മറ്റേ ഇത് വാങ്ങിക്കാൻ പറ. എൻ്റെ കൈ കയറിയിരിക്കണേ. മേയറെ അഭിനന്ദിക്കുന്നു. BJP അധികാരത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ 50 വോട്ടുകൾ നേടിക്കൊണ്ട് ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആശയെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് അനന്തപുരിയിൽ BJP. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് പരിപൂർണമായി നിറവേറ്റുമെന്നാണ് അല്പസമയം മുമ്പ് VV രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തെ നമ്പർ 1 നഗരമാക്കി മാറ്റിയെടുക്കും എന്ന സുപ്രധാനമായ പ്രഖ്യാപനം VV രാജേഷിൽ നിന്നും ഉണ്ടായി. ഒപ്പം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി കാക്കുകയാണ് BJP. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കായിരുന്നു അത്. BJP അധികാരത്തിലെത്തിയാൽ 1.5 മാസത്തിനുള്ളിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് ഈ തലസ്ഥാന നഗരിയുടെ വികസനത്തിനാവശ്യമായ വൻ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. അതനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനുകൂടി കാത്തിരിക്കുകയാണ് അനന്തപുരി. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ നേതാക്കൾ അഭിനന്ദനം ചൊരിയുകയാണ് ആശാനാഥിന്. ഇനി വലിയ വിജയാരവം നമുക്ക് പുറത്ത് കേൾക്കാം. ഇനി എന്താണ് BJPയുടെ പരിപാടി? ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും ഒപ്പം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരെല്ലാം ഇപ്പോൾ പുറത്ത് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത് അവിടെ നമ്മുടെ യൂണിറ്റും വീണയും തയ്യാറായി നിൽപ്പുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ക്യാമറകൾക്ക് മുന്നിലേക്ക് ഈ പുതിയ മേയറും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള BJPയുടെ നേതാക്കളുടെ ഒപ്പം അവിടേക്ക് എത്തും. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് ആവർത്തിച്ച് നീലിമ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വികസനത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അതിവേഗം പൂർത്തിയാക്കും. അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കും. പ്രധാനമന്ത്രി എത്തിച്ചേരും. അങ്ങനെ
വളരെ സജീവമായ ദിനങ്ങളിലേക്ക് കടക്കുകയാണ് BJP. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് ജനങ്ങളുടെ അംഗീകാരം നേടി BJP ഇത്തരമൊരു വലിയ നേട്ടം സ്വന്തമാക്കിയത്. ആ വലിയ നേട്ടത്തിന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അത് BJPക്കുണ്ടപ്പോൾ ആ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നുള്ള ആ പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോഴും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എന്തായാലും അല്പസമയത്തിനകം VV രാജേഷും ആശാനാഥും അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും BJPയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇതുവരെ സാധ്യമാകാത്ത ഒരു കാര്യം, അത് നമ്മൾ ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് BJP കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട്. അത് വളരെ യാഥാർത്ഥ്യമായി പോയ ഒരു വാചകം കൂടിയാണ്, മാറാത്തത് മാറുമെന്നുള്ളത്. അങ്ങനെ മാറാത്തതിനെ മാറ്റി BJP ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് അതിന്റെ അധികാരത്തിലേക്ക് അതിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഒരു BJP നേതാവും ഇരുന്നിട്ടില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് BJPയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള VV രാജേഷ് എത്തുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ സ്ഥാനത്തേക്ക് ഒരു BJP നേതാവ് എത്തുന്നതിന്റെ ഒരു ചരിത്രപരമായ നിമിഷം. ഒരുപക്ഷെ നമ്മൾ ഈ കേരളത്തിലെ പോലെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നതുപോലെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ, കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദിശാസൂചക കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ എന്നുള്ളത്. ആ തിരുവനന്തപുരത്തിന് തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിച്ചു എന്നൊക്കെയുള്ള പല രാഷ്ട്രീയ വിശ്വാസങ്ങളും ധാരണകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം BJP സ്വന്തമാക്കുകയും ആ നേട്ടത്തിൽ ഊന്നിക്കൊണ്ടുള്ള കേരളത്തിന്റെ മുഴുവൻ സമൂലമായിട്ടൊരു മാറ്റത്തിനും BJP തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ഇനി അതിന്റെ വിജയത്തിന്റെ ആഹ്ലാദവും ആവേശവും ഒതുങ്ങേണ്ട സമയമായി. ഇനി പ്രവർത്തനങ്ങളിലേക്ക് BJP കടക്കുകയാണ്. ഇപ്പോൾ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ. അതിന്റെ അവിടെ പുതിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും BJPയുടെ പ്രധാന നേതാക്കൾക്കും ഈ വിജയത്തിന്റെ ശില്പികളായിട്ടുള്ള BJP നേതാക്കൾക്കുമൊക്കെ അവിടെ സ്വീകരണം നൽകുകയാണ്. ആ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം വീണയും അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഇവിടുത്തെ സ്വീകരണം കഴിഞ്ഞാൽ BJP ഓഫീസിലും പുതിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഒക്കെ സ്വീകരണം ഒരുക്കി നൽകുന്നുണ്ട്. ആ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് കൂടുതൽ ബ്രീഫിംഗും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും എല്ലാവരും ഉറ്റുചേക്കുന്നത് അങ്ങനെ BJP തിരഞ്ഞെടുപ്പിനെ നേരിട്ടു, വിജയിച്ചു, അധികാരത്തിലെത്തിയിരിക്കുന്നു. ഒടുവിൽ പ്രജിത്ത്, നമുക്ക് വീണയിലേക്ക് കൂടി ഒന്ന് പോകാം. വീണ, അവിടെ ഒരു ഉത്സവ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, അവിടെ വാദ്യഘോഷങ്ങളോടെ വലിയ ഈ വിജയം, മഹത് വിജയം ആഘോഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം BJP ആസ്ഥാനത്തേക്കാണോ പോകുന്നത്? എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? നിലിമ, ആ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിലേക്കാണ് BJP പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ പൂർത്തിയായതിനു ശേഷം മേയറും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറുമൊക്കെ തിരിച്ച് ഔദ്യോഗികപരമായിട്ട് ചുമതല ഏൽക്കുന്നതിനായിട്ട് മുറിയിലേക്ക് പോകുന്നു. ഡെപ്യൂട്ടി മേയറുടെ ഒപ്പം തന്നെ മേയറുടെ മുറിയിലേക്കും പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങോട്ടേക്ക് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു ചരിത്ര നിമിഷത്തിന് മുഹൂർത്തം കുറിക്കാനായി കാത്തുനിന്നത്. പ്രവർത്തകരടക്കം നിരവധി പേർ ഇവിടെയുണ്ട്. ഒട്ടനവധി പേരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഭാരത് മാതാ കി ജയ് വിളികളുമായി ആ ആഹ്ലാദം വയ്ക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്ര നിമിഷത്തിൻ്റെ ആ മുഹൂർത്തങ്ങൾ കാണാൻ പങ്കാളികളാകാൻ എത്തിയ നിരവധി പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ കോർപ്പറേഷൻ പരിസരമാകെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. മധുരം പങ്കുവെച്ച് ഒപ്പം തന്നെ ഹസ്തദാനം നൽകിയും ആശ്ലേഷിച്ചുമൊക്കെ ആനന്ദം പങ്കിടുന്ന പ്രവർത്തകരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദേശീയ പതാക അടക്കം വീശിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനായി നിരവധി പ്രവർത്തകർ ഇപ്പോഴേക്ക് തന്നെ നഗരസഭ ഓഫീസിലേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് പ്രവർത്തകർ കാത്തിരുന്നത്. അനന്തപുരിയിൽ ഇനി ഒരു വികസനത്തിൻ്റെ കുതിപ്പായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗൺസിലർമാരടക്കം നിരവധി പേർ നടപടിക്രമങ്ങൾ വോട്ടെടുപ്പിൽ പൂർത്തിയായതിനു ശേഷം പുറത്തേക്ക് എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ആശംസ അറിയിക്കുകയും ഒപ്പമുണ്ടെന്നുള്ള പിന്തുണ നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഔദ്യോഗിക നിമിഷം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തി ചുമതല ഏറ്റെടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിലേക്കാണ് ആശാനാഥ് എത്തിയിരിക്കുന്നത്. അവിടെയും വലിയ അനുഗ്രഹാശിസ്സുകളുമായി മുതിർന്ന നേതാക്കളെല്ലാം ആശയ്ക്ക് ചുറ്റുമുണ്ട്.
ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ആശാനാഥ് എത്തിച്ചേരുന്നത്. അമ്മാവന്റെ നിര്യാണത്തെ തുടർന്ന് 2017 ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ആശാനാഥിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ABVP-യിലൂടെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് ആശാനാഥ്. ആ ഒരു ഡിഗ്രിക്കാരി പെൺകുട്ടിക്ക് മുന്നിൽ 2017 തുറന്നിട്ടത് വലിയ വിശാലമായ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ലോകമായിരുന്നു. അവിടെ ഈ 8 വർഷം പയറ്റിത്തെളിഞ്ഞ മുഖം, താൻ പുറകിലല്ല എന്ന് ഓരോ സമരമുഖങ്ങളിലും എടുത്തു കാണിച്ച ആശാനാഥ്, സോഷ്യൽ മീഡിയയിൽ തരംഗമായ ആശാനാഥാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അഭിനന്ദന പ്രവാഹമാണ് ആശാനാഥിന് ചുറ്റും.